കൈലാസത്തിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ ഒരു കുമാരൻ. ലോകത്തിന്റെ അധിപനായ മഹാദേവന് പോലും നൽകാൻ കഴിയാത്ത ജ്ഞാനത്തിന്റെ പൊരുൾ തേടി ഒരു മലമുകളിലെത്തി. ഇന്നും കോടിക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന അത്ഭുതങ്ങൾ ഒളിപ്പിച്ചുവെച്ച ആ പുണ്യഭൂമി. അതാണ് പഴനി. എന്തുകൊണ്ടാണ് മുരുകൻ പഴനിയിൽ വന്ന് നിലയുറപ്പിച്ചത്? എന്തിനാണ് ഭക്തർ അവിടെ പോയി മുടിമുണ്ടനം ചെയ്യുന്നത്? പഴനിയുടെ ആരുമറിയാത്ത ഐതിഹ്യങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര പോകാം. കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ നിന്നാണ്. നാരദ മഹർഷി കൊണ്ടുവന്ന ജ്ഞാനപ്പഴത്തിനായി ശിവഭഗവാൻ ഒരു മത്സരം വെച്ചു. ലോകത്തെ ആദ്യം ആരു വലം വെക്കുന്നുവോ അവർക്ക് പഴം നൽകും. ഉടൻ തന്നെ മുരുകൻ തന്റെ വാഹനമായ മയിലിലേറി ലോകം ചുറ്റാൻ പറന്നു. എന്നാൽ ഗണപതിക്ക് തന്റെ വാഹനം വെച്ച് അത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു. അവിടെയാണ് ഗണപതി തന്റെ ജ്ഞാനം പുറത്തെടുത്തത്. സനാതനധർമ്മപ്രകാരം ഒരാളുടെ ലോകം എന്നത് തന്നെ ജന്മം നൽകിയ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെക്കാൾ വലിയൊരു ലോകം തനിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഗണപതി ശിവനെയും പാർവതിയെയും ഭക്തിപൂർവം ഒരു വട്ടം പ്രദക്ഷിണം വെച്ചു. എന്റെ ലോകം എന്റെ മാതാപിതാക്കളായ നിങ്ങളാണ്. നിങ്ങളെ വലം വെച്ചാൽ ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വലം വെച്ചതിനു തുല്യമാണ് എന്ന ഗണപതിയുടെ വാക്കുകളിലെ സത്യം തിരിച്ചറിഞ്ഞ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി. ലോകം മുഴുവൻ ചുറ്റിവന്ന മുരുകൻ കണ്ടത് തന്റെ സഹോദരൻ ആ പഴം സ്വന്തമാക്കിയതാണ്. ഇതിൽ പരിഭവിച്ച് സർവ്വ ആഭരണങ്ങളും ഉപേക്ഷിച്ച് മുരുകൻ കൈലാസത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ആ യാത്ര ചെന്നു നിന്നത് പഴനിമലയുടെ മുകളിലായിരുന്നു. പഴം നീ, അതായത് നീ തന്നെയാണ് ജ്ഞാനപ്പഴം എന്ന് ശിവൻ മകനെ ആശ്വസിപ്പിച്ചതിൽ നിന്നാണ് പഴനി എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. പഴനിയിലെ വിഗ്രഹം വെറുമൊരു ശിലയല്ല. സിദ്ധനായ ഭോഗർ 9 മാരകമായ വിഷപദാർത്ഥങ്ങൾ, അതായത് നവപാഷാണം കൃത്യമായ അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയ ഔഷധക്കൂട്ടാണിത്. ഇവിടെ മുടിമുണ്ടനം ചെയ്യുന്നത് അഹങ്കാരം വെടിയുന്നതിന്റെ പ്രതീകമാണ്. മുരുകൻ സന്യാസി വേഷം സ്വീകരിച്ചതുപോലെ ഭക്തരും ലൗകിക സുഖങ്ങൾ വെടിയുന്നു. മുടി കളഞ്ഞ ശേഷം തലയിൽ പുരട്ടുന്ന ചന്ദനം നവപാഷാണ വിഗ്രഹത്തിന്റെ ഔഷധഗുണം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.